ഹലോ എവ്രി വൺ, നമ്മുടെ സോഷ്യലിന്റെ കുറച്ച് ടോപ്പിക്സ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. സോ എന്തൊക്കെയാണ് നമ്മൾ ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഓക്കെ ആണെങ്കിൽ എല്ലാവരും റെഡി ആയിരിക്കുക കേട്ടോ. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇറ്റ്സ് അബൌട്ട് ഇന്ത്യൻ ഹിസ്റ്ററി അല്ലേ. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാനുള്ളത് മെഡീവൽ ഇന്ത്യനെ പറ്റിയിട്ടാണ്. സോ അതിലെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദ ചോളാസ് എത്രയാണ് അതിൻ്റെ കാലഘട്ടം? 300 to 1279 CE. കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 300 to 1279 CE ആണ്. അതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞത് എവിടെയാണ്? യെസ്, തമിഴ്നാടു. പിന്നെ അതിൻ്റെ ഫൗണ്ടർ ആരാണ്? വിജയാലയ ആണ് കേട്ടോ. പിന്നെ നോട്ടബിൾ റൂളേഴ്സ് ആണ് ആര്? രാജരാജ 1 ആൻഡ് രാജേന്ദ്ര 1. പിന്നെ അവിടെ അച്ചീവ്മെന്റ്സ് എന്താണ്? യെസ്, ബിൽഡ് മാഗ്നിഫിഷൻ, ഒരുപാട് വലിയ കൂറ്റൻ ടെമ്പിൾസ് ഒക്കെ പണിഞ്ഞു അല്ലേ. ആൻഡ് പിന്നെന്താണ് അതിന് എക്സാമ്പിൾ ആണ് എന്ത്? ബൃഹദേശ്വര ടെമ്പിൾ. പിന്നെ ഡെവലപ്ഡ് നാവിഗേഷൻ ആൻഡ് ട്രേഡ്, ഇതൊക്കെ അവരെന്ത് ചെയ്തു? ഡെവലപ്ഡ് ചെയ്തെടുത്തു. പിന്നെന്താണ്? ബ്രട്ടനൈസ്ഡ് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ, അതായത് ഫോർ എക്സാമ്പിൾ തമിഴ് ലിറ്ററേച്ചർ. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയൊക്കെ അല്ലേ അതിൻ്റെ ഒറിജിൻ, ഫൗണ്ടർ, റൂളേഴ്സൊക്കെ നന്നായിട്ട് നോക്കി വെക്കാം. ആൻഡ് ഇയർ ഓൾസോ. പിന്നെ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ഡിവൈഡഡ് കിങ്ഡം ഇൻറ്റു പ്രൊവിൻസൻസ്, അതായത് മണ്ഡലംസ് ആക്കി തിരിച്ചിട്ടായിരുന്നു അവരുടെ ഭരണം. പിന്നെ ആഡ് എ സ്ട്രോങ് നേവി. ഓക്കെ അല്ലേ? ഇറ്റ്സ് അബൌട്ട് ചോളാസ്. നെക്സ്റ്റ് നമുക്ക് നോക്കി നോക്കാം ആരെ പറ്റിയിട്ടാ? ഡൽഹി സുൽത്താനേറ്റിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആണ് മെഡീവൽ ഇന്ത്യത്തെ ഡൽഹി സുൽത്താൻ്റെ. അവരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, 1206 to 1526 CE. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ ഇന്ത്യ അല്ലേ. സെൻട്രൽ ഏഷ്യ, ഇന്ത്യ അല്ല കേട്ടോ, സെൻട്രൽ ഏഷ്യ, അതായത് തുർക്സ് ആൻഡ് അഫ്ഗൻസ്. പിന്നെ അതിൻ്റെ ഫൗണ്ടർ ആരാണ്? യെസ്, കുത്തുബുദ്ദീൻ ഐബക്ക് ആണ് അല്ലേ. നോക്കി വെക്കുക, ആരാണ് ഫൗണ്ടർ? കുത്തുബുദ്ദീൻ ഐബക്ക്. ആ സമയത്ത് നോട്ടബിൾ റൂളേഴ്സ് ആരൊക്കെയാ നോക്കി നോക്ക്? ഇൽത്തുമിഷ്, ബാൽബന്, അലാവുദ്ദീൻ ഖിൽജി ഒക്കെ. ഓക്കെ അല്ലേ? ഇനി ഇവരുടെ അച്ചീവ്മെന്റ്സ് എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് ഡൽഹി ആസ് ക്യാപിറ്റലായിട്ട് ആരെ എസ്റ്റാബ്ലിഷ് ചെയ്തു? ഡൽഹീനെ. പിന്നെ എന്തൊക്കെ ബിൽഡ് ചെയ്തേ? കുത്തബ് മീനാർ, പിന്നെ അതേപോലത്തെ അതർ മോണ്യുമെന്റ്സ് ഒക്കെ ബിൽഡ് ചെയ്തു. പിന്നെ എന്താണ് അവർ ഡെവലപ്പ് ചെയ്തിട്ട്? പേർഷ്യൻ ലാംഗ്വേജ് അല്ലേ ആൻഡ് ലിറ്ററേച്ചറും. പിന്നെ ഇവരുടെ ഒരു ഭരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഡിവൈഡ് കിങ്ഡം ഇൻ ടു പ്രോവിൻസസ്, അതായത് ഇക്താസ് എന്ന് പറയും, പ്രോവിൻസസ് ആക്കി മാറ്റിയിട്ടാണ് ഇവർ ഭരിച്ചത്. അത് ഹാഡ് എ സ്ട്രോങ് ആർമി ഉണ്ടായിരുന്നു ഇവർക്ക്. അപ്പോൾ ഇത്രയൊക്കെ അല്ലേ നമ്മൾ ഡൽഹി സുൽത്താനറ്റിന് പറ്റിയിട്ട്. നെക്സ്റ്റ് നമുക്ക് ആരെ പറ്റിയിട്ടാ? യെസ്, മുഗൾ എംപയർ അല്ലേ. അനദർ ഇമ്പോർട്ടൻറ്റ് വൺ. ഏതാണ് അതിൻ്റെ കാലഘട്ടം? 1526 to 1756 CE. പിന്നെ അതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞത് സെൻട്രൽ ഇന്ത്യ, ദാറ്റ് മീൻസ് മോംഗോൾസ് ആൻഡ് തുർക്സ്. ഓക്കെ, അതിൻ്റെ ഫൗണ്ടർ ആരാണ്? ബാബർ. ഓക്കെ, ഫൗണ്ടർ ബാബർ ആണ്. അപ്പം ആ കാലത്ത് നോട്ടബിൾ റൂളേഴ്സ് ആരൊക്കെയാണ്? അക്ബർ, ജഹാംഗീർ, ഷാജഹാനും ഔറംഗസേബും. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാട്ടോ. പിന്നെ അവരുടെ അച്ചീവ്മെന്റ്സ് എന്താണ്? ബിൽഡ് മാഗ്നിഫിഷൻ മോണ്യുമെന്റ്, ഒരുപാട് കൂറ്റം മോണ്യുമെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, വലിയ വലിയ മോണ്യുമെന്റ്സ്. ഫോർ എക്സാമ്പിൾ നമ്മൾ താജ്മഹലും റെഡ് ഫോർട്ടും ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി ഇവരെന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്തത്? ദേ ഡെവലപ്പ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ. പിന്നെ എക്സ്പാൻഡഡ് എംപയർ അക്രോസ് ഇന്ത്യ, ഈ ഒരു എംപയർ മൊത്തം അക്രോസ് ഇന്ത്യയിൽ അവർ എക്സ്പാൻഡ് ചെയ്തു. ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്? കിങ്ഡത്തിനെ എന്താക്കി മാറ്റി? പ്രോവിൻസസ് ആക്കി മാറ്റിയിട്ട്, സബാസ് ആക്കി മാറ്റിയിട്ടാണ് ഇവർ എന്ത് ചെയ്ത് ഭരണം നടത്തിയത്. പിന്നെ ഇവർക്ക് എന്തുണ്ട്? ഹാഡ് എ സ്ട്രോങ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, അതായത് കേന്ദ്രീകൃത ഭരണം ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നമ്മുടെ കമ്പോസിറ്റ് കൾച്ചർ അല്ലേ. കമ്പോസിറ്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലെൻഡിങ് ഓഫ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഒരുപാട് കൾച്ചേഴ്സ് മിക്സ് ചെയ്തതാണ് അല്ലേ നമ്മളത്, അതായത് ഹിന്ദു, മുസ്ലിം, പേർഷ്യൻ എക്സെട്ര. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ്, അതായത് ലാംഗ്വേജ് നോക്കിക്കേ, പേർഷ്യനും ആൻഡ് ഉറുദു എമർജ്ഡ് ആണ് അല്ലേ ആ സമയത്തുള്ള കമ്പോസിറ്റ് കൾച്ചർ എന്നാണ്. പിന്നെന്താണ്? ആർക്കിടെക്ചർ എന്ന് പറഞ്ഞത് ബ്ലെൻഡ് ഓഫ് ഹിന്ദു ആൻഡ് ഇസ്ലാമിക് സ്റ്റൈൽസ് ആയിരുന്നു കേട്ടോ. അപ്പം ഉണ്ടായിരുന്ന കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ആർക്കിടെക്ചർ എങ്ങനെയായിരുന്നു? ബ്ലെൻഡ് ഓഫ് ഹിന്ദു ആൻഡ് ഇസ്ലാമിക് സ്റ്റൈൽസ്. പിന്നെ അവരുടെ ലിറ്ററേച്ചർ വർക്ക്സ് ലൈക്ക് അമീർ ഖുസ്റൂസിൻ്റെ പോയട്രീസ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. പിന്നെ ആർട്ടിന് മുഗൾ മിനിയേച്ചർ പെയിൻറ്റിങ്സ് അതിന് എക്സാമ്പിളാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇമ്പാക്ട്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ എന്താണ് ഇമ്പാക്ട്സ്? എൻറിച്ച്ഡ് ഇന്ത്യൻ കൾച്ചർ, പിന്നെ അതേപോലെ തന്നെ പ്രൊമോട്ടഡ് ടോളറൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്
നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ യെസ് ഇറ്റ്സ് അബൌട്ട് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് ഈ പറയാൻ പോകുന്നത് കേട്ടോ. ഇത് അഡോപ്റ്റ് ചെയ്തത് എന്താണ്? അഡോപ്റ്റഡ് ഓൺ November 26, 1949. കറക്റ്റ് നോട്ട് ചെയ്യുക, November 26, 1949. ഓക്കെ അല്ലേ? ഇറ്റ് കെയിം ഇൻ ടു ഇഫക്റ്റ് ഓൺ, അത് എപ്പോഴാണ് ഇഫക്റ്റിൽ വന്നത്? January 26, 1950. ഓക്കെ, January 26, 1950. ഇനി ലോങ്ങസ്റ്റ്, നമ്മുടെ വേൾഡിൽ വെച്ചിട്ട് തന്നെ ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഏത്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ അല്ലേ? ഇനി പ്രിയമ്പിൾ എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് പ്രിയമ്പിൾ. ആൻഡ് ഔട്ട്ലൈൻസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെന്താണ്? ഇറ്റ്സ് ഡിഫൈൻ ഇന്ത്യ ആസ് എ സോവറീൻ, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫെഡറൽ സ്ട്രക്ചറാണ്, പിന്നെ പാർലമെൻ്ററി ഡെമോക്രസി, പിന്നെ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, പിന്നെയോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ട് അല്ലേ? അതൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സാണ്. ഇനി എന്താണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അതായത് ഫസ്റ്റ് വന്ന് പറഞ്ഞത് റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലേ? അത് ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞ് കറക്റ്റ് നോട്ട് ചെയ്യുക? ആർട്ടിക്കിൾസ് 14 to 18 ആണ്. സോ അതിൽ പറയുന്നത് എന്താ? ഇക്വാലിറ്റി ബിഫോർ ലോ, അതായത് ആർട്ടിക്കിൾ 40 കറക്റ്റ് നോട്ട് ചെയ്താക്കാം കേട്ടോ. പിന്നെന്താ പറയുന്നത്? പ്രോഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, അത് ആർട്ടിക്കിൾ 15. പിന്നെ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അത് ആർട്ടിക്കിൾ 16 പിന്നെ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആർട്ടിക്കിൾ 17 കേട്ടോ. ആൻഡ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആർട്ടിക്കിൾ 18. ഇത് കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ജസ്റ്റ് റീഡ് ചെയ്ത് പോയാൽ പോരാട്ടോ. ഓക്കെ അല്ലേ? ആർട്ടിക്കിൾസ് കറക്റ്റ് നോട്ട് ചെയ്യണേ. ഇനി അടുത്ത് പറയട്ടെ, അടുത്തതാണ് റൈറ്റ് ടു ഫ്രീഡം അല്ലെ? ആർട്ടിക്കിൾ 19 to 22. അതിൽ ഫസ്റ്റ് വൺ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അത് പറയുന്നത് ആർട്ടിക്കിൾ 19(1)(a). ഇനി ഫ്രീഡം ഓഫ് അസംബ്ലി, അത് ഏത് ആർട്ടിക്കിളാണ് നോക്കി നോക്ക്? ആർട്ടിക്കിൾ 19(1)(b). ഇനി ഫ്രീഡം ഓഫ് അസോസിയേഷൻ ഏതാണ്? ആർട്ടിക്കിൾ 19(1)(c). ഇനി ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആർട്ടിക്കിൾ 19(1)(d). പിന്നെ ഫ്രീഡം ഓഫ് റെസിഡൻസ് ഏതാണ്? ആർട്ടിക്കിൾ 19(1)(e). ഓക്കെ അല്ലേ? കറക്റ്റ് നോക്കി വെക്കാം. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഏതാണ്? ആർട്ടിക്കിൾ 21 ആണ് കേട്ടോ. അതിൻ്റെ തുടർന്ന് പഠിച്ചു പോവല്ലേ, കറക്റ്റ് എഴുതി വെച്ച് പഠിക്കണേ. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഏതാണ്? ആർട്ടിക്കിൾ 21. ഇനി പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ആണെങ്കിലോ? ആർട്ടിക്കിൾ 22. ഓക്കെ അല്ലേ? എഴുതി വെക്കാം കേട്ടോ. അടുത്ത് പറയണ്ടേ, അടുത്ത് നോക്കി നോക്ക്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, അതിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 25 to 28 ആണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞ് നോക്കി നോക്ക്. ഫ്രീഡം ഓഫ് കോൺസൈൻസ്, അതായത് കൺസൈൻസ് ആർട്ടിക്കിൾ 25 കേട്ടോ. ആൻഡ് ഫ്രീഡം ഓഫ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25. പിന്നെ ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫെയർസ് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 26. പിന്നെ ഫ്രീഡം ഫ്രം ടാക്സേഷൻ ഫോർ റിലീജിയസ് പർപ്പസ് ഏതാണ് ആർട്ടിക്കിൾ? 27. പിന്നെ ഫ്രീഡം ഫ്രം അറ്റൻഡിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഏത് ആർട്ടിക്കിളാണ് നോക്കി നോക്ക്? യെസ്, ആർട്ടിക്കിൾ 28. എഴുതി വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പറയണ്ടേ, അടുത്ത നമ്മുടെ റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഏതാണ്? ആർട്ടിക്കിൾ 23 to 24. പ്രോഹിബിഷൻ ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഏതിലാണ്? ആർട്ടിക്കിൾ 23. പ്രോഹിബിഷൻ ഓഫ് ഫോഴ്സ്ഡ് ലേബർ ഏതാണ്? ആർട്ടിക്കിൾ 23. ദെൻ പ്രോഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ ആർട്ടിക്കിൾ 24. ഇത് കറക്റ്റ് നോക്കണേ. പ്രോഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ ആർട്ടിക്കിൾ 24. ഓക്കെ അല്ലേ? നെക്സ്റ്റ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, അത് പറയുന്ന ആർട്ടിക്കിൾ 29 to 30 ആണ് കേട്ടോ. നോക്കി ഫസ്റ്റ് വൺ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ആർട്ടിക്കിൾ 29. ഓക്കെ, പിന്നെ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ്? ആർട്ടിക്കിൾ 30. ഓക്കെ അല്ലേ? എഴുതി വെക്കും കേട്ടോ. ഇനി അടുത്ത നോക്കി നോക്ക്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32 to 35 വരെയാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ടു മൂവ് ദ സുപ്രീം ഏത് ആർട്ടിക്കിൾ? സുപ്രീം കോർട്ട് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 32. പിന്നെ പവർ ഓഫ് സുപ്രീം കോർട്ട് ടു ഇഷ്യൂ റൈറ്റ്സ് ഏതാണ്? യെസ്, ആർട്ടിക്കിൾ 32. പിന്നെ പാർലമെന്റ്സ് പവർ ടു എൻഫോഴ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 33. ഓക്കെ അല്ലേ ഇതുവരെ? നെക്സ്റ്റ് നോക്കി. റെസ്ട്രിക്ഷൻസ് ഓൺ റൈറ്റ്സ് കൺഫേർഡ് ബൈ പാർട്ട് 3 അതേതാണ്? ആർട്ടിക്കിൾ 34. ഇനി ലെജിസ്ലേഷൻ ടു ഗീവ് ഇഫക്റ്റ് ടു പാർട്ട് 3 ആർട്ടിക്കിൾ 35. എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കാം കേട്ടോ. ഓരോ ആർട്ടിക്കിളിൽ ഏതാ വരുന്നത് നോക്കാം. ഓക്കെ,
നെക്സ്റ്റ് നമ്മളുടെ ഗവേണൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. ആർട്ടിക്കിൾസ് ഒക്കെ ഓക്കെ അല്ലേ, മറ്റേത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇനി ഗവേണൻസ് നോക്കാം നമുക്ക്. ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, അതായത് ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന പ്രോസസ്സും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് ഈ ഗവേണൻസ്. അതിൽ ടൈപ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഗവേണൻസ് ഏതാ? ഗുഡ് ഗവേണൻസ് ഉണ്ട്, ബാഡ് ഗവേണൻസ് ഉണ്ട്, പിന്നെ ഈ ഗവേണൻസ് കേട്ടോ. ഏതൊക്കെയാണ്? ഗുഡ്, ബാഡ് ഗവേണൻസും പിന്നെ ഈ ഗവേണൻസും. പിന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് നോക്ക്. ട്രാൻസ്പാരൻസി, അക്കൗണ്ടബിലിറ്റി, പാർട്ടിസിപ്പേഷൻ, റൂൾ ഓഫ് ലോ ആൻഡ് റെസ്പോൺസീവ്നെസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കി നോക്ക്. നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ഗവൺമെൻറ് പോളിസീസാണ് വരാൻ പോകുന്നത് കേട്ടോ. അതെന്താണ് ഈ ഗവൺമെൻറ് പോളിസീസ്? ഇറ്റ്സ് എ കോഴ്സസ് ഓഫ് ആക്ഷൻ ടേക്കൺ ബൈ ഗവൺമെൻറ്. അതാണ് ഈ ഗവൺമെൻറ് പോളിസീസ്. ഫോർ എക്സാമ്പിൾ ടൈപ്സ് ഓഫ് പോളിസീസ് ഏതാണ്? എക്കണോമിക് പോളിസീസ്, അതായത് ഈ ഫിസിക്കൽ ആൻഡ് മോണിറ്ററി. പിന്നെ സോഷ്യൽ പോളിസീസ് ഉണ്ട്, അതെന്തിനാ? എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറിനും. പിന്നെ എൻവിറോൺമെൻറ്റൽ പോളിസിയും പിന്നെ ഫോറിൻ പോളിസി. ഓക്കെ, ഏതൊക്കെയാണ് ടൈപ്സ് നോക്കാം? എക്കണോമിക് പോളിസി, സോഷ്യൽ പോളിസി, എൻവിറോൺമെൻറ്റൽ പോളിസി, ഫോറിൻ പോളിസി. ഓക്കെ അല്ലേ? ഇനി പോളിസി മേക്കിംഗ് പ്രോസസ്സ്, അതിൻ്റെ ആ പ്രോസസ്സ് നോക്ക്. ഫസ്റ്റ് തന്നെ ഫോർമുലേഷൻ അല്ലേ, ഫോർമുലേറ്റ് ചെയ്യുക, പിന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക, ഇംപ്ലിമെൻറ്റേഷൻ, പിന്നെ അതിൻ്റെ ഇവാലുവേഷൻ. ഓക്കെ അല്ലേ? ഫോർമുലേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കി നോക്ക്. നെക്സ്റ്റ് നമ്മൾ എക്കണോമിക് പോളിസീസാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് എക്കണോമിക് പോളിസീസ്. ഏതാണ്? ലിബറലൈസേഷൻ 1991 നോട്ട് ചെയ്യണേ. പിന്നെ GST 2017. പിന്നെ മേക്ക് ഇൻ ഇന്ത്യ എപ്പോഴാണ്? 2014 നോട്ട് ചെയ്ത് വെക്കുക. ഇനി സോഷ്യൽ പോളിസീസ് ഏതാ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഏതാണ്? 2009. ഓക്കെ. പിന്നെ നാഷണൽ ഹെൽത്ത് മിഷനോ 2005. ഏതെന്നില്ലേ? ഇനി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, അതെപ്പോഴാണ്? 2006. ഓക്കെ അല്ലേ? സോഷ്യൽ പോളിസീസ്. ഇനി നെക്സ്റ്റ് എൻവിറോൺമെൻറ്റൽ പോളിസീസാണ് പറയുന്നത് കേട്ടോ. നാഷണൽ എൻവിറോൺമെൻറ്റൽ പോളിസി 2006 ആണ്. ഇനി ക്ലൈമറ്റ് ചേഞ്ച് പോളിസി 2008. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് 2016. ഇനി ഫോറിൻ പോളിസീസാണ് പറയുന്നത്. നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്. നെക്സ്റ്റ് വൺ ലുക്ക് ഈസ്റ്റ് പോളിസി, അത് 1991 ആണ്. പിന്നെ ആക്ട് ഈസ്റ്റ് പോളിസി 2014. അപ്പോൾ ആ 4 ടൈപ്സ് ഓഫ് പോളിസീസിൽ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, അതിൻ്റെ ഇയേഴ്സും. നെക്സ്റ്റ് നോക്കിയിട്ട് ഗവേണൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് ഗവേണൻസ് നോക്കി വെക്കാം. ദർ ആർ 3 ബ്രാഞ്ചസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയാണ് അല്ലേ. അതായത് ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ്, പിന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ ഒക്കെ അതിൽ വരാം. ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ട് കേട്ടോ. പിന്നെ ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലോക്കൽ ഗവേണൻസ് എന്താണെന്ന് നോക്കി നോക്കാം. അതായത് നമ്മുടെ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മുനിസിപ്പാലിറ്റീസ് ഒക്കെ ലോക്കൽ ഗവേണൻസ് ആട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. ഇനി ഇന്ത്യൻ എക്കണോമിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതെന്താ നോക്കി വെക്കാം. ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി എന്താണ്? അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മിക്സഡ് എക്കണോമിയാണ്, ഡെവലപ്പിംഗ് എക്കണോമിയാണ് അല്ലേ. നെക്സ്റ്റ് അതിൻ്റെ സെക്ടേഴ്സ് ഏതൊക്കെയാണ്? നമുക്കറിയാം, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറിയാണ്. പിന്നെ എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ്? 5 ഇയർ പ്ലാൻസും ഉണ്ട്, പ്ലാനിങ് കമ്മീഷനും. ഓക്കെ. ഇനി എക്കണോമിക് റീഫോംസ് എന്തൊക്കെയാണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഓക്കെ അല്ലേ? ഇനി അടുത്ത നോക്കി നോക്ക്. എന്താണ് മൈക്രോ എക്കണോമിക്സ് നോക്കി നോക്കാം. മൈക്രോ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്. ഒറ്റൊരു എക്കണോമിക് യൂണിറ്റിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് മൈക്രോ എക്കണോമിക് കേട്ടോ. സച്ച് ആസ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഹൗസ് ഹോൾഡ്, പിന്നെ ഫേംസ് ആൻഡ് മാർക്കറ്റ്സ് ഒക്കെ. ഇനി അപ്പോൾ ഈ മാക്രോ എക്കണോമിക്സ് എന്താ? നേരെ ഓപ്പോസിറ്റ്, മൊത്തത്തിലുള്ളത് അല്ലേ. സ്റ്റഡി ഓഫ് ദ എക്കണോമി ആസ് എ ഹോൾ, മൊത്തത്തിൽ എക്കണോമി പഠിക്കുന്നതാണ്. ഫോക്കസിങ് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? യെസ്, അഗ്രിഗേറ്റ് വേരിയബിൾസ് ആൻഡ് ഓവറോൾ എക്കണോമിക് ആക്ടിവിറ്റി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മണി. മണി എന്താ? നമുക്ക് എല്ലാവർക്കും അറിയില്ല എന്ത് മണി? യെസ്, എനിത്തിങ് ദാറ്റ് ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, സ്റ്റോർ ഓഫ് വാല്യൂ ആൻഡ് യൂണിറ്റ് ഓഫ് അക്കൗണ്ട് അല്ലേ. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കി നോക്ക്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്, സ്റ്റോർ ഓഫ് വാല്യൂ ആണ്, യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആണ്, പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്. ഓക്കെ. നെക്സ്റ്റ് ബാങ്കിങ് എന്താന്ന് പറയാം. എന്താ ബാങ്കിങ് എന്ന് അറിയാലോ? ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് accept deposit
അതുപോലെ തന്നെ ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. ബാങ്കിൻ്റെ ഫങ്ഷൻസ് നോക്കിയൊക്കെ അസെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുക, ലോൺ പ്രൊവൈഡ് ചെയ്യുക, ക്രെഡിറ്റ് ക്രിയേഷൻ, മണി ട്രാൻസ്മിഷൻ, ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ്, ഇതാണ് അതിൻ്റെ ഫങ്ഷൻസ് കേട്ടോ. നെക്സ്റ്റ് വന്ന് നോക്കി നമ്മുടെ ഇൻ്റർനാഷണൽ ട്രേഡിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. അതായത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് സർവീസ് ബിറ്റ്വീൻ കൺട്രീസുകൾ തമ്മിൽ എന്താ ഗുഡ്സിൻ്റെയും ആ സർവീസസൊക്കെ മൊത്ത കൺട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക, അതാണ് ഇൻ്റർനാഷണൽ ട്രേഡ്. ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇമ്പോർട്ട്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ബൈയിങ് ഗുഡ് ഫ്രം ഫോറിന്ന് ഗുഡ്സ് വാങ്ങുന്നത്, ഫോറിൻ കൺട്രീസിൽ നിന്ന് ഗുഡ്സ് ബൈ ചെയ്യുന്നതാണ് ഇമ്പോർട്ട്. ഓക്കെ, ഇനി എക്സ്പോർട്ട് നോക്കി നോക്കാം. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സെല്ലിങ് ഗുഡ്സ്. ബൈ ചെയ്യുന്നത് ഇമ്പോർട്ടും നമ്മൾ വിൽക്കുന്നത് എന്താണ്, എക്സ്പോർട്ടാണ് കേട്ടോ. ഫോറിൻ കൺട്രീസിലേക്ക് വിൽക്കുന്നത് എക്സ്പോർട്ട്. ഇനി ബാലൻസ് ഓഫ് ട്രേഡ്, അതായത് BOT. എന്താണ് എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ BOT എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, നോട്ട് ചെയ്യാം കേട്ടോ. ഇനി ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് എക്കണോമി എന്താണെന്ന് നോക്കി നോക്കാം. ഗവൺമെൻറ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡോക്യുമെൻറ്റ് ഔട്ട്ലൈനിങ് ഗവൺമെൻറ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ടാക്സസ്, ഫീസ്, അതർ ഇൻകം ഒക്കെ കേട്ടോ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്പെൻഡിങ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസ് അല്ലേ. നമുക്ക് എന്തൊക്കെയാണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞു നോക്ക്. ഏതൊക്കെയായ നമ്മുടെ വാട്ടർ, സോയിൽ, ഫോറസ്റ്റ്, മിനറൽസ്, പിന്നെന്താണ് ഫോസിൽ ഫ്യൂവൽ, സോളാർ എനർജി, വിൻഡ് എനർജി, ഹൈഡ്രോ എനർജി, ജിയോ തെർമൽ എനർജി, ബയോമാസ് എനർജി, ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ആണ് അല്ലേ, നോട്ട് ചെയ്ത് വെക്കണേ. ഇനി നമ്മളുടെ ഹാൻഡ് മെയ്ഡ് റിസോഴ്സസ് നോക്കിയൊക്കെ എന്തൊക്കെയാണ്, ഹാൻഡ് ക്രാഫ്റ്റ്, ടെക്സ്റ്റൈൽസ്, പിന്നെ പോട്ടറി, വുഡ് വർക്ക്, മെറ്റൽ വർക്ക്, പിന്നെന്താണ് പേപ്പർ ക്രാഫ്റ്റ്, ലെതർ, ബാംബൂ ക്രാഫ്റ്റ്, നാച്ചുറൽ ഡൈ, എംബ്രോയിഡറി, ഇതൊക്കെ എന്താണ് ഹാൻഡ് മെയ്ഡ് റിസോഴ്സസ് ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ, നമ്മുടെ കോണ്ടിനെൻറ്റിനെ പറ്റിയിട്ടാട്ടോ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വണ് നമ്മുടെ ആഫ്രിക്കൻ കോണ്ടിനെൻ്റിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് എവിടെ, യെസ് സദേൺ ഹെമിസ്ഫിയർ ആണ്. എഴുതി വെക്കാം കേട്ടോ. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് എത്രയാണെന്ന് നോക്കി നോക്ക്, 30.3 മില്യൺ km² ആണ്. അവിടുത്തെ പോപ്പുലേഷൻ 1.3 ബില്യൺ ആൻഡ് അവിടെയുള്ള കൺട്രീസ് 54. ഇതിങ്ങനെ തന്നെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി അടുത്ത് പറയാം, അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്കയുടെ ലൊക്കേഷനും സദേൺ ഹെമിസ്ഫിയർ ആണ്. സൈസ് ഓഫ് 14 മില്യൺ km² ആണ്. പോപ്പുലേഷനോ അവിടെ അങ്ങനെ പെർമനൻ്റ് ആയിട്ട് ആരും തന്നെ താമസിക്കുന്നില്ല അല്ലേ, അവിടെ കൺട്രീസും മില്യൺ ആണ് കേട്ടോ. ഇനി അടുത്ത് നോക്ക്, നമ്മൾ ഏഷ്യ ആണ് കേട്ടോ. ഏഷ്യ എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് അതുള്ളത്. അതിൻ്റെ സൈസ് നോക്കി നോക്ക്, 44.5 മില്യൺ km² ആണ്. അവിടുത്തെ പോപ്പുലേഷൻ 4.5 ബില്യൺ ആൻഡ് കൺട്രീസ് 49 കൺട്രീസ് ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ. ഇനി ഓസ്ട്രേലിയ പറയാം. ഓസ്ട്രേലിയ സദേൺ ഹെമിസ്ഫിയറിലാണ്. 7.7 മില്യൺ km² ആണ് അതിൻ്റെ സൈസ്. പോപ്പുലേഷൻ 25 മില്യൺ. പിന്നെയോ കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഒറ്റൊരു കൺട്രി, അതായത് ഓസ്ട്രേലിയ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയൊക്കെ നമ്മുടെ യൂറോപ്പ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് യൂറോപ്പ്. 10.1 മില്യൺ km² ആണ്. പോപ്പുലേഷൻ 740 മില്യൺ ആണ്. 50 കൺട്രീസ് ഉണ്ട്. ഓക്കെ അല്ലേ. നോർത്ത് അമേരിക്ക, വെസ്റ്റേൺ ഹെമിസ്ഫിയർ, ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻസ് എല്ലാത്തിനും നല്ല പഠിച്ചു വെക്കണം. പിന്നെ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 21.5 മില്യൺ km² ആണ്. പോപ്പുലേഷൻ 580 മില്യൺ ആണ്. 23 കൺട്രീസും ഉണ്ട്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കി നോക്കുക, നമ്മുടെ സൗത്ത് അമേരിക്കയാണ്. സൗത്ത് അമേരിക്കേൻ്റെ ലൊക്കേഷൻ വെസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. സൈസ് 17.8 മില്യൺ km². പോപ്പുലേഷൻ 120 മില്യൺ ആൻഡ് കൺട്രീസ് 12 ആണ്. ഇത്രയാണ് നമ്മുടെ കോണ്ടിനെൻസ് കേട്ടോ. എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. നമുക്ക് അടുത്ത് പറയാം, ഇതാണ് നമ്മുടെ ഓഷ്യൻസ് ആണ് കേട്ടോ. നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് യെസ്, ഫസ്റ്റ് വൺ ഈസ് പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യൻ്റെ ലൊക്കേഷൻ എവിടെ, വെസ്റ്റേൺ ഹെമിസ്ഫിയറിലും. അത് എന്തിൻ്റെ ഇടയിലാണ്, യെസ് ഏഷ്യൻ്റെയും അമേരിക്കാസിൻ്റെയും ഇടയിലാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. ഇതിൻ്റെ സൈസ് നോക്കി നോക്ക്, 155.6 മില്യൺ km² ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞത് അപ് ടു 11,022 മീറ്റേഴ്സ്. അതായത് എത്ര ഫീറ്റ് ആണ്, 36,198 ഫീറ്റ് കേട്ടോ. പിന്നെ അതിൻ്റെ സാലിനിറ്റി എന്ന് പറഞ്ഞത് എത്രയാണെന്ന് നോക്കി നോക്കുക, എത്രയാ 3.5%. പിന്നെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 2 to 30 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് ഈസ് ഫാരൻറ്റിൽ പറയുകയാണെങ്കിൽ 36 to 86 ഡിഗ്രി ഫാരൻറ്റ്. ഓക്കെ അല്ലേ.
എഴുതിയൊക്കെ. ഇനി നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആണ്. ആരൊക്കെയിടയിലാണ്? അമേരിക്കാസിൻ്റെയും യൂറോപ്പ് അല്ലെങ്കിൽ ആഫ്രിക്ക ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യൻ ഉള്ളത്. പിന്നെ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് 85.1 മില്യൺ കിലോമീറ്റർ സ്ക്വയർ ആണ്. ആൻഡ് അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് അപ് ടു 8,376 മീറ്റേഴ്സ് ആണ്. പിന്നെ അതിൻ്റെ സാലിനിറ്റി 3.5% ആണ്. ടെമ്പറേച്ചറോ 2 to 25 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഇന്ത്യൻ ഓഷ്യനെ പറ്റിയിട്ട് പറയാം. ഇന്ത്യൻ ഓഷ്യൻ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. ഇന്ത്യൻ്റെ ഒക്കെ ബിറ്റ്വീൻ ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ഓസ്ട്രേലിയ ഈ കോണ്ടിനെൻസിൻ്റെ ഒക്കെ ഇടയിലൂടെയാണ് ഇന്ത്യൻ ഓഷ്യൻ ഉള്ളത്. എൻ്റെ സൈസ് നോക്കിയൊക്കെ 73.5 മില്യൺ കിലോമീറ്റർ സ്ക്വയർ ആണ്. അതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞത് എത്ര? അപ് ടു 7,258 മീറ്റേഴ്സ്. അതിൻ്റെ സാലിനിറ്റി 3.5% ആണ്. ആൻഡ് ടെമ്പറേച്ചറോ 22 to 28 ഡിഗ്രി സെൽഷ്യസ്. നോട്ട് ചെയ്യാട്ടോ, വെറുതെ റീഡ് ചെയ്ത് പോവല്ലേ, നോട്ട് ചെയ്തിട്ട് പോവാം. ഓക്കെ അല്ലേ? ഇതും കൂടി നോക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് സെൽഷ്യസ് ആണ്, ഫാരൻഹീറ്റിൽ എത്രയാണ്, ഫീറ്റിൽ എത്രയാണെന്നൊക്കെ. യെസ്. ഇനി അടുത്ത നമ്മുടെ ആർട്ടിക് ഓഷ്യൻ. ആർട്ടിക് ഓഷ്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, നോർത്ത് പോളിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ഉള്ളത് അല്ലേ. പിന്നെ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നോക്കിയൊക്കെ 14.0 മില്യൺ കിലോമീറ്റർ സ്ക്വയർ ആണ്. ഡെപ്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് അപ് ടു 5,387 മീറ്റർ ആണ്. അതിൻ്റെ സാലിനിറ്റിയോ 3.5 എത്രയാണ് പെർസെൻറ്റേജ് ആണ്. പിന്നെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1.8 to 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ അല്ലേ? നമ്മുടെ സദേൺ ഓഷ്യൻ, അത് സദേൺ ഹെമിസ്ഫിയറിൽ എന്തിനാ സറൗണ്ട് ചെയ്തിരിക്കുന്നത്? അന്റാർട്ടിക്കയാണ്. 20.3 മില്യൺ കിലോമീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ അതിൻ്റെ ഡെപ്തോ യെസ് ഇറ്റ്സ് അപ് ടു 7,235 മീറ്റേഴ്സ്. നോട്ട് ചെയ്യണേ. ആൻഡ് സാലിനിറ്റി എന്ന് പറയുന്നത് എത്രയാ? യെസ് 3.5%. ആൻഡ് ടെമ്പറേച്ചർ 1.8 to 10 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് ഇൻ ഫാരൻഹീറ്റിൽ നമുക്ക് എത്ര പറയാം? 28.8 to 50 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സോ ഇത്രയും ടോപ്പിക്സാണ് നമുക്ക് നമ്മളുടെ സോഷ്യൽ കവർ ചെയ്യാനുള്ളത് കേട്ടോ. എല്ലാ ടോപ്പിക്സും ഒന്നുകൂടി റിവൈസ് ചെയ്യുക, നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. സോ ഇത്രയേ ഉള്ളൂ. ബൈ.